ഹായ് ഗായ്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ. അതും ഒരു മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ. ഒരു അടിപൊളി മോരുകറിയാണ് കേട്ടോ, തേങ്ങയൊന്നും അരയ്ക്കാത്ത വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മോരുകറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഇട്ടേക്കണത്. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിന് മുമ്പ് വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണ്ട കാണാൻ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ട ഒരു അടിപൊളി മോരുകറിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മോരുകറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ തേങ്ങ അരയ്ക്കാത്ത മോരുകറി എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കിയാലോ. വളരെ എളുപ്പമാണ് കേട്ടോ. അതിന് ഒരു കുഞ്ഞ് സവാളയും ഒരു തക്കാളിയുടെ പകുതി, ഒരു 2 പച്ചമുളക്, 3-4 വറ്റൽമുളക്, പിന്നെ തൈര്, ഇത്രയും സാധനങ്ങൾ കേട്ടോ ആവശ്യമുള്ളത്. നമുക്ക് ഇനി എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ അത് അതിനായിട്ട് ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലോണം ഒന്ന് ചൂടാവട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഉലുവയും കടുകും പൊട്ടിക്കാം. അപ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വന്നിട്ട് വേണ്ട നമുക്ക് കടുക് ഇട്ട് കൊടുക്കാൻ. ഉലുവ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ അതിലേക്ക് അരിഞ്ഞിട്ടുന്ന സവാളയും തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് വാടണം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. സിമ്മിലിട്ട് വാട്ടിയാൽ മതി കേട്ടോ. ഒരുപാട് തീയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് മൂത്ത് പോകും. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മോരുകറിയാണ് കേട്ടോ ഇത്. നല്ലോണം വാടി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് 2ആയിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വറ്റൽമുളക്. ഞാൻ മുളക് പൊടി നല്ലോണം ഒന്ന് മൂത്ത് തന്നെ. നമുക്ക് അതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ തൈര് ഒഴിച്ച് കൊടുക്കാൻ. സിമ്മിൽ എന്ന് പറഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് പയ്യെ ഒന്ന് തിളച്ച് തന്നെ. ഒരുപാട് നല്ലോണം തിളയ്ക്കണ്ട, അപ്പോൾ അത് തൈര് പിരിഞ്ഞു പോവും. പയ്യെ ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. ഇനി തൈര് നല്ലോണം തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് ഓഫായി കൊടുത്തേക്കാം കേട്ടോ. ഇച്ചിരി ഉപ്പോടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. ലേശം ഉപ്പോടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ അതാ നമ്മുടെ മോരേറി ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു മോരേറിയാണ് കേട്ടോ, തേങ്ങയൊന്നും അരയ്ക്കാണ്ട്. അപ്പോൾ അതാ നമ്മുടെ മോരേറി ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു വീഡിയോ ആയിരുന്നോട്ടെ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.